ഫസ്റ്റ് ഓഫ് ഓൾ എവരിവൺ, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ മിസ്റ്റേക്കുകളും ഉണ്ടാകും. അതെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ അറിയിച്ചാലും ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നെക്സ്റ്റ് എപ്പിസോഡുകളിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്കത് ഇതേപോലെ തുടരാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാ വക സപ്പോർട്ടുകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സ്റ്റോറിയിലോട്ട് പോകാം. രേവു, എവിടം വരെ ആയി ഒരുക്കങ്ങളൊക്കെ? എല്ലാം റെഡിയാണ്. ഇന്ദ്രേട്ടൻ ഒന്ന് സമാധാനപ്പെട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രേവു. ശിവമോൻ 8 വയസ്സുള്ളപ്പോ പോയതല്ലേ അവര്, പിന്നെ എപ്പോഴല്ലേ കാണാൻ പോകുന്നത്. അപ്പോ അതിൻ്റെതായ ആകാംക്ഷയും ധൃതിയും ഒക്കെ എനിക്കുണ്ട്. അറിയാ ഇന്ദ്രേട്ട, ഞാനും അവരെ ഒന്ന് കാണാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. അളിയോ, ഓ അളിയാ. ചേട്ടോ, സ്വന്തം അനിയത്തി ഇവിടെ നിൽക്കുന്നുണ്ടെന്നൊന്ന് ആലോചിക്കണം. എന്നെയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്തേക്ക്. എന്റെ രേവുവിനെ ഞാൻ മൈൻഡ് ചെയ്യാണ്ടിരിക്കുവോ? നീ എന്റെ പൊന്നല്ലേ. എന്നാലും ഏട്ടാ, ഇപ്പോഴാണല്ലോ ഏട്ടന് ഞങ്ങളൊക്കെ ഒന്ന് കാണാൻ വരാൻ തോന്നിയത്. നിനക്കറിയാല്ലേ രേവു, ഇവന്മാരുടെ പഠിപ്പ്, എന്റെ വർക്ക് എല്ലാം കൊണ്ട് എനിക്ക് പ്രഷർ ആയിരുന്നു. അല്ല, നിങ്ങൾ ചേട്ടനെ ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്നാ മതിയോ? അപ്പൊ ഞങ്ങൾ എന്ത് പറയും? ഞങ്ങൾക്കും കൂടെ പറയാനുള്ളൊരു സ്പേസ് താന്നേ. അല്ല ഏട്ടത്തി, ഇത്ര നാൾ കൂടി ഏട്ടനെ കണ്ടപ്പോ എന്റെ മൈൻഡ് ഒന്ന് ബ്ലാങ്ക് ആയി പോയി. രേവമ്മ, എന്നെ മറന്നോ? നിന്നെ മറക്കാനോ? നീ എന്തീ പറയണേ? അപ്പൊ എന്നെ മറന്നല്ലേ? ആരെയും മറന്നിട്ടില്ല. വന്ന എല്ലാം അകത്തോട്ട് വന്ന പടി പുറത്ത് നിക്ക എല്ലാവരും. അത് തന്നെ വന്ന രേവമ്മ, വിശന്നിട്ട് വയ്യ. വന്നിരിക്കും മക്കളെ, ഞാൻ ഫുഡ് എടുക്കാം. രേവമ്മ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വേഗം വരാവേ. മോനെ, മോളില് വലതുവശത്ത് കാണുന്ന ആ റൂം, മോൻ പോയിട്ട് പെട്ടെന്ന് വാ. അപ്പോഴത്തേക്ക് രേവമ്മ ഫുഡ് എടുത്തു വെക്കാം. അല്ല രേവു, പാറും കെവിനൊക്കെ എവിടെ? ഒന്നും പറയണ്ട എൻ്റെ ഏട്ടത്തി. അവനാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് എവിടേക്കെങ്കിലും കുറ്റിയും പറിച്ചങ്ങ് പോകും. എന്നിട്ട് വരുന്നതോ ഒരു സമയത്ത്. അവളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ആ റൂമിൽ കയറി അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുമെന്ന് പറയുന്ന കേട്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടില്ല. వెలుగు రేఖలా పచ్చ పచ్చ పచ్చి మట్టి బొమ్మలా సాంప్రదాయని శుద్ధ పద్మిని ప్రేమ శ్రావణి సర్వాణి సాంప్రదాయని శుద్ధ పద్మిని ప్రేమ శ్రావణి. ഏതാണോ താൻ? താൻ എന്തിനാണ് എന്റെ റൂമിൽ വന്നിരിക്കുന്നത്? എടാന്നോ? പെണ്ണെ സൂക്ഷിച്ച് സംസാരിക്കണം. ആടോ, പിന്നെ പെണ്ണുങ്ങൾ തുണി മാറിനോടത്ത് വന്ന് നോക്കുന്നവനെ തമ്പുരാനെ വിളിക്കാം. പിന്നീട് നോക്കാൻ പറ്റിയൊരു സാധനം. ഞാൻ ഈ തുണി മാറുന്നതൊന്നും നോക്കാൻ വന്നതൊന്നുമല്ല. താൻ ഏതാ?
എന്റെ വീട്ടിൽ വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ? അശ്യേ, താനിങ്ങോട്ടായി തള്ളിപ്പൊളിച്ചോണ്ട് കേറി വരുന്നേ? ഒന്ന് മാറിക്കേ. ചുമ്മാ ഒരു രസത്തിന്. താനൊന്ന് മാറിക്കേടോ. അമ്മ, കൊള്ളാം. ഓ വന്നോ? ഇന്നെന്താ തോന്നി നേരത്തെ വരാൻ? ഓ, ഇന്ന് കുറച്ച് നേരത്തെ വരാൻ തോന്നി എന്റെ രഘു. ആ, അതെന്തായാലും നന്നായി. മാമനും ആന്റിയും വന്നിട്ടുണ്ട്, കൂടെ മക്കളും ഉണ്ട് അവരുടെ. ആണോ? ഞാനിന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് കാണാം അവരെയൊക്കെ. ഹായ് ചേട്ടാ. നീ ഏതാ? ഞാനോ? ഞാൻ സീതമ്മയുടെ മോൻ. നിനക്കെന്താ എൻ്റെ റൂമിൽ കാര്യം? അത് പിന്നെ സീതമ്മനോട് ഇവിടെ വന്ന് കിടക്കാനാ പറഞ്ഞത്. അതെന്തിനി? ഇവിടെ വേറെ കുറെ റൂമുകളുണ്ടല്ലോ. ആ, അതൊന്നും എനിക്കറിഞ്ഞൂടാ. ആ, എന്തേലും ചെയ്യും. ആന്റി വന്നോ? അപ്പൊ ആന്റിയുടെ വിത്താണോ അവിടെ എൻ്റെ റൂമിൽ കണ്ടത്? ആ, ഇതാരെൻ്റെ പാറുമോളോ? നീ അങ്ങ് സുന്ദരിയായല്ലോ. പിന്നല്ല, അത് പറയാനുണ്ടോ? ഞാൻ പണ്ടേ എങ്ങനെയല്ലേ? അതെ അതെ, അത് ശരിയാ, നീ പണ്ടേ സുന്ദരിയാ. എന്നാൽ കുറച്ചും കൂടി സുന്ദരിയായിട്ടുണ്ട്. ഷോ, പോവാണെന്ന് എനിക്ക് വയ്യ. പാറു, നീ എവിടെ? ഞാനും അച്ഛനും തറവാട്ടിക്കൊന്ന് പോവാണേ, കൂടെ മാമനും ആന്റിയും കാണും. നീ ആണെങ്കിൽ ചായ എടുത്ത് കൊടുത്തേക്കണം, അവന്മാർ എഴുന്നേക്കുവാണെങ്കിൽ. കെവിനെ. ആടാ, ഞാൻ ഇവിടെ റൂമിലുണ്ട്, നീ ഇങ്ങോട്ട് കയറുവാ. നീ പൊക്കോ, ഞാൻ ഇപ്പൊ വരാം. मुस्कान झूठी है ആ, നീ വന്നോ? അവനെന്തിയെ? ആ, അവനൊരു കോൾ വന്നപ്പോ അങ്ങോട്ട് മാറിയതാ. ചേട്ടാ ഒന്ന് മാറിക്കേ. ये गुमराहों का रास्ता അവൻ ഏതാടാ? ഓ, അതെന്റെ ആന്റിയും ഫാമിലി വന്നിട്ടുണ്ട്. ആന്റിയുടെ ഇളയ മോനാ. കൊള്ളാം. ये गुमराहों का रास्ता मुस्कान झूठी है അബിയേട്ടനോ? അബിയേട്ടൻ എന്താ ഇവിടെ? അബിയേട്ടൻ ഒന്ന് പുറത്തോട്ടെന്നേ, എനിക്കൊന്ന് ഡ്രസ്സ് മാറ്റണം. ഡ്രസ് നീ മാറിക്കോ, ഞാനിവിടെ നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അബിയേട്ടൻ എന്തായി പറയുന്നേ? ഒന്ന് പുറത്തോട്ട് നൽകി, ഞാൻ ഏട്ടനെ വിളിക്കും. ഏട്ടാ, നീ ശബ്ദം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല, നിന്റെ ഏട്ടനൊന്നും ഇവിടെ വരൂല. ये गुमराहों का रास्ता